ക്ലിയോ സ്പോർട്സിന്റെ ആഭിമുഖ്യത്തിൽ ഫെഡറൽ ബാങ്ക് സംഘടിപ്പിക്കുന്ന കൊച്ചി മാരത്തണിന്റെ 3-ാം പതിപ്പ് ഫെബ്രുവരി 9 നടക്കും. സർക്കുലർ ഇക്കോണമിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ എലൈറ്റ് അത്ലറ്റുകൾ ഇത്തവണ മാരത്തണിൽ പങ്കാളികളാകും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ഫെഡറൽ ബാങ്ക് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ MVS മൂർത്തി, ക്ലിയോ സ്പോർട്സ് ഡയറക്ടർ ബൈജു പോൾ എന്നിവർ ചേർന്നാണ് മാരത്തോണിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ലോഗോ പ്രകാശനം ചെയ്തത്. ആധുനിക കാലത്ത് സർക്കുലർ ഇക്കോണമിയെ സംബന്ധിച്ചുള്ള പൊതു അവബോധം വർദ്ധിപ്പിക്കുകയാണ് മാരത്തോണിന്റെ 3-ാം പതിപ്പിലൂടെ സംഘാടകർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ അംഗീകാരത്തോടെയാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. കൊച്ചി മാരത്തോണിലൂടെ നഗരത്തിന്റെ പ്രതിച്ഛായ മാറ്റുവാൻ സാധിക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. Many things that I do is because I love the city so much. It's absolute passion. And marathons, I know, can change the urban landscape like no other. As you take certain names, New York and all that, it should be the Cochin Marathon should define Kochi. ഇന്ത്യൻ നെറ്റ്ബോൾ ടീം മുൻ ക്യാപ്റ്റനും അഭിനേത്രിയുമായ രാജി തെഹ്ലാനെ കൊച്ചി മാരത്തോൺ ഗുഡ്വിൽ അംബാസഡറായും ഒളിമ്പ്യൻ ആനന്ദ് മെനേസിസിനെ റേസ് ഡയറക്ടറായും പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 9 മറൈൻ ഡ്രൈവിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന മാരത്തോൺ 4 വിഭാഗങ്ങളിലായാണ് നടക്കുക. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക വിഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 15 ലക്ഷം രൂപയാണ് ഇത്തവണത്തെ സമ്മാനത്തുക. ന്യൂസ് മലയാളം, കൊച്ചി.